Hello everyone and welcome back. In this video, we are going to discuss Samuel Taylor Coleridge as a literary critic. And he was born in 1772 and died in 1834. Coleridge was an English poet, literary critic and philosopher. സോ നമ്മൾ ഇതിൻ്റെ മുമ്പ് വേർഡ്സ്വർത്തിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വേർഡ്സ്വർത്തിൻ്റെ വേർഡ്സ്വർത്തുമായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റൊരു റൈറ്ററാണ് കോളറിഡ്ജ്. അവരുടെ ലിറിക്കൽ ബാലഡ്സ് അത് പബ്ലിഷ് ചെയ്തിരുന്നത് വേർഡ്സ്വർത്തും കോളറിഡ്ജും ചേർന്നിട്ടാണ്. ആൻഡ് അതിൻ്റെ പ്രിഫേസ് എഴുതുന്നത് വേർഡ്സ്വർത്തായിരുന്നു നമ്മൾ പറഞ്ഞു. And so he is considered as the founder of the English Romantic movement along with Wordsworth. Okay. ഈ റൊമാൻറ്റിക് മൂവ്മെൻറ്റിന് കാരണക്കാരായ വേർഡ്സ്വർത്തിൻ്റെ കൂടെ പറയുന്ന റൈറ്ററാണ് കോളറിഡ്ജ്. And Coleridge was interested in understanding the creative process behind a poem. That is how the poet arrived at their ideas, what influenced them, and what techniques they used to express their thoughts. അപ്പോൾ എങ്ങനെയാണ് ഒരു കവിത നല്ല കവിതയാകുന്നത്, അതിൻ്റെ പിന്നിലുള്ള ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് കോളറിഡ്ജ് കൂടുതലായിട്ടും സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് ഇമാജിനേഷൻ ആൻഡ് ഫാൻസി, ഇതെല്ലാം കവിത എഴുതുന്ന ആ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ വി വിൽ ഡിസ്കസ്. ആൻഡ് ഹി എയിം ടു എസ്റ്റാബ്ലിഷ് പ്രിൻസിപ്പിൾസ് ഓഫ് റൈറ്റിംഗ് rather than furnish rules on how to judge others' writing. അപ്പം എങ്ങനെ നല്ല ഒരു എഴുത്തിനെ മാക്സിമം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും, ഇങ്ങനെ നല്ലൊരു എഴുത്തുണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം കൂടുതൽ കൺസേൺഡ് ആയിരുന്നു. അല്ലാതെ ഒരു കവിതയെ ജഡ്ജ് ചെയ്യുന്നതിനെക്കുറിച്ചും അതിന് റൂളുകൾ മെനയുന്നതിനെക്കുറിച്ചുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ്. ഒരു ക്രിട്ടിക് എന്നുള്ള രീതിയിൽ ഹൗ ടു മേക്ക് എ ഗുഡ് പോം എന്നുള്ളതിലായിരുന്നു അദ്ദേഹം കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹിസ് ഫിലോസഫി ഓൺ പോയട്രി ഈസ് റെക്കോർഡഡ് ഇൻ ഹിസ് വർക്ക് ബയോഗ്രഫിയ ലിറ്ററേറിയ. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയ ലിറ്ററേറിയ എന്ന് പറയുന്നത് വർക്കിലാണ് അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടുള്ള ഐഡിയാസും അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് ഇമാജിനേഷനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. Coleridge believed that poetry and all creative activities are a product of the imagination. അദ്ദേഹം പറയുന്നു എല്ലാ ലിറ്റററി എക്സ്പ്രഷൻസും അല്ലെങ്കിൽ എല്ലാ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസും ഒരു ഇമാജിനേഷൻ്റെ പ്രോഡക്റ്റാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇൻ ദി 18th century, creativity was thought to manifest as either fancy or imagination. അപ്പോൾ ആ ഒരു കാലഘട്ടത്ത് ക്രിയേറ്റിവിറ്റിയുടെ കാരണം ആയിട്ട് ഒന്നുകിൽ അതിൻ്റെ കാരണം അത് ഫാൻസി അല്ലെങ്കിൽ ഒരു ലിറ്റററി വർക്കിൽ ക്രിയേറ്റിവിറ്റിയുടെ അകത്ത് ഒന്നുകിൽ ഫാൻസി ആയിരിക്കാം, ഒരു റൈറ്റർ എംപ്ലോയ് ചെയ്തിട്ട് ഫാൻസി ഉണ്ടാവാം, അതുപോലെ ഇമാജിനേഷൻ ഉണ്ടാവും. ഇത് എന്താണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യവും കവിതയിലുണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ള ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകളിൽ ഉണ്ടാവാം എന്ന് 18th century പൊതുവെ ഒരു ധാരണ ഉണ്ടായിരുന്നു. Wordsworth assigned a higher function to both fancy and imagination in the revised preface of 1815. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വേർഡ്സ്വർത്ത് സംസാരിക്കുന്നുണ്ട്. ഇതിന് കവിതകളിൽ നല്ല സ്ഥാനമുണ്ടെന്ന് അദ്ദേഹം ഈ പ്രിഫേസ് ടു ദ ലിറിക്കൽ ബാലഡ്സിൻ്റെ റിവൈസ്ഡ് ആയിട്ടുള്ള വേർഷനിൽ 1815 അദ്ദേഹവും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, വേർഡ്സ്വർത്തും പറയുന്നുണ്ട്. ആൻഡ് Coleridge's theory of imagination differs from the traditional view of art as a mere imitation. Coleridge believed that art was more than just a copy or imagination of reality. He saw it as a product of the imagination where the artist's perceptions and reflections are infused into the work of art. സോ കോളറിഡ്ജിൻ്റെ ഈ ഒരു തിയറി ഓഫ് ഇമാജിനേഷൻ ട്രഡീഷണൽ ഒരു വ്യൂവിൽ നിന്നും വ്യത്യസ്തമാണ്. ട്രഡീഷണലി നമ്മളൊരു കേവലം ഇമാജിനേഷൻ അല്ല, കേവലം ഒരു ഇമിറ്റേഷനാണ് ലിറ്ററേച്ചർ അതുപോലെ പോയട്രി എന്ന് പറയുന്ന ആ ഒരു വാദത്തിൽ നിന്നും, ഒരു കോപ്പി മാത്രമാണെന്ന് പറയുന്ന വാദത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കോളറിഡ്ജിൻ്റെ ഒപ്പീനിയൻ, അദ്ദേഹത്തിൻ്റെ തിയറി. അപ്പം ഇതൊരു കേവലം ഒരു കോപ്പിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഇമിറ്റേഷനിൽ നിന്നും ഒരുപാട് മുകളിലാണ്
പോയട്രി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് അദ്ദേഹം പറയുന്നത്, സോ ഹി സേസ് അഗൈൻ ഹിയർ ഹി സോ ഇറ്റ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇമാജിനേഷൻ. സോ അതിനകത്ത് ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. കേവലം ഒരു എക്സ്റ്റേണൽ റിയാലിറ്റിയെ അങ്ങോട്ട് കോപ്പി ചെയ്ത് വെക്കുക അല്ല കവിതയിൽ ചെയ്യുന്നത്. സോ ദർ ഇസ് എ പ്രോസസ് which is going on during the creation of the poem, which is which is called this imagination. So the poet has to infuse imagination into the work. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു ഇമാജിനേഷനും കൂടെ ചേർത്തിട്ടാണ് അദ്ദേഹം ഒരു വർക്ക് ഓഫ് ആർട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻസും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. കേവലം കോപ്പി ചെയ്ത് വെക്കുന്ന ഒരു കാര്യമല്ല, ഒരു വലിയ പ്രോസസ്സ് അതിനകത്ത് നടക്കുന്നുണ്ട്, ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അവിടെ. According to Coleridge, art is a representation of nature as thought and thought as nature. This means that art is not a mere imitation of external reality, but also a reflection of the artist's inner world and their thoughts and ideas about the external world. In this way, art is a union of the soul with the external world or nature. So, അദ്ദേഹം പറയുന്നത് ആർട്ട് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് നേച്ചർ. ഓക്കെ, അപ്പം നേച്ചർ എന്നുള്ളതിനെ കൊണ്ട് ഒരു എക്സ്റ്റേണൽ റിയാലിറ്റി എന്നുള്ളത്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഒരു കവിക്ക് ഒരു കവിത എഴുതാനുള്ള ഇൻസ്പിറേഷൻ കിട്ടുന്നത്? സോ ഓഫ് കോഴ്സ് ഈസ് ഗെറ്റിംഗ് ദാറ്റ് ഇൻസ്പിറേഷൻ ഫ്രം ദി നേച്ചറിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്സൈഡ് വേൾഡിൽ നിന്നാണ് ഒരാൾക്ക് കവിത എഴുതാനുള്ള അയാളുടെ ഇൻസ്പിറേഷൻ അദ്ദേഹത്തിന് കിട്ടുന്നത്. ഓക്കെ, സോ അതിൽ നിന്നും അദ്ദേഹം ഇൻസ്പിറേഷൻ എടുക്കുന്നു. സോ അപ്പോൾ അതൊരു റെപ്രസെൻറ്റേഷൻ ഓഫ് നേച്ചറാണ് നമുക്ക് പറയാം. ഓക്കെ, ബിക്കോസ് ഈസ് ടേക്കിംഗ് ഇൻസ്പിറേഷൻ ഫ്രം നേച്ചർ ഓർ ഫ്രം ദി ഔട്ട്സൈഡ് വേൾഡ്. ഓക്കെ, സോ അതൊരു റെപ്രസെൻറ്റേഷൻ ഓഫ് നേച്ചറാണ്. ബട്ട് ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് നേച്ചർ ആസ് തോട്ട് എന്നാണെന്ന് പറയുന്നത്. അപ്പോൾ അത് കേവലം അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ, അതിനകത്തേക്ക് കവിയുടെ ഈ ഒരു റൈറ്ററുടെ തോട്ട് ചിന്തയും കൂടെ അതിനകത്തേക്ക് ചേർത്തിട്ടാണ് അദ്ദേഹം ഒരു കവിതയാക്കി മാറ്റുന്നത്. ഇൻസ്പിറേഷൻ നേച്ചറിൽ നിന്ന് കിട്ടുന്നു. Then he is also mixing it with his thoughts. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മൈൻഡിനകത്തുള്ള ചിന്തകൾ കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് റെപ്രസെൻറ്റേഷൻ ഓഫ് നേച്ചറാണ്, അതേസമയം തന്നെ അത് റെപ്രസെൻറ്റേഷൻ ഓഫ് തോട്ടുമാണ്. അണ്ടർസ്റ്റാൻഡ്, അദ്ദേഹത്തിൻ്റെ തോട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത് പറയുന്നത് ആൻഡ് തോട്ടിൻ്റെ റെപ്രസെൻറ്റേഷൻ. തോട്ടിനെ എന്താണ് നേച്ചറുമായിട്ട് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരുന്നു. അതുപോലെ തിരിച്ചും പറയാം, പ്രകൃതിയെ അല്ലെങ്കിൽ നേച്ചറിനെ തോട്ടുമായിട്ട് കൂട്ടിച്ചേർത്തിട്ടാണ് കവിത ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. അക്കോർഡിംഗ് ടു കോളേജ്, ആർട്ട് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് നേച്ചർ ആസ് തോട്ട് ആസ് നേച്ചർ. ഓക്കെ, ആൻഡ് ദിസ് മീൻസ് ദാറ്റ് ആർട്ട് എന്താണ്, ഇവിടെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആർട്ട് എന്ന് പറയുന്നത്? കേവലം ഇമിറ്റേഷൻ ഓഫ് എക്സ്റ്റേണൽ റിയാലിറ്റി അല്ല, അതിലുപരി അത് ആർട്ടിസ്റ്റിൻ്റെ റൈറ്ററുടെ റിഫ്ലക്ഷൻ, അയാളുടെ ചിന്തകൾ ആണ് റിഫ്ലക്ഷൻ. അതുകൂടെ ഇതിനകത്ത് അയാളുടെ ഇന്നർ തോട്ട്സ് കൂടെ ഇതിനകത്തേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്നുണ്ട്, മിക്സ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സോ ഇൻ ദിസ് വേ വി ക്യാൻ സേ ആർട്ട് ഈസ് എ യൂണിയൻ ഓഫ് ദി സോൾ വിത്ത് ദി എക്സ്റ്റേണൽ വേൾഡ് ഓർ നേച്ചർ. ഈ ഒരു എക്സ്റ്റേണൽ വേൾഡായിട്ടും നേച്ചറായിട്ടും നമ്മുടെ സോൾ അല്ലെങ്കിൽ തോട്ടിനെ മിക്സ് ചെയ്യാണ്, അതിൻ്റെ ഒരു യൂണിയനാണ് നടക്കുന്നത്. രണ്ടും കൂടി ചേർന്ന ഒരു സാധനമാണ് പോയട്രി എന്നാണ് കോളറിഡ്ജ് പറയുന്നത്. ആൻഡ് ദെൻ അദ്ദേഹം പറയുന്നു, ആർട്ട് ഈസ് മോർ ദാൻ വാട്ട് ഇറ്റ് ഇമിറ്റേറ്റ്സ് ബിക്കോസ് ഇറ്റ് ഇൻഫ്യൂസസ് ദ ആർട്ടിസ്റ്റ് സോൾ ഇൻ ടു ഇറ്റ് ആൻഡ് ലെസ് ബിക്കോസ് ഇറ്റ് ഇഗ്നോർസ് വാട്ട് ഈസ് ഏലിയൻ ടു ദ സോൾ. സോ ഇത് മോർ ദാൻ വാട്ട് ഇറ്റ് ഇമിറ്റേറ്റ്സ് ആണ്. ഓക്കെ, കേവലം ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്താണിതെന്ന് പറയുന്നു. അതും ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിൻ്റെ കാരണം അതിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ സോൾ ഇതിനകത്തേക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് കേവലം ഒരു ഇമിറ്റേഷൻ്റെ അപ്പുറത്തേക്ക് അത് പോകുന്നത്. ഓക്കെ, എന്നാലിത് ഇവിടെ ലെസ് എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, മോർ ദാൻ വാട്ട് ഇറ്റ് ഇമിറ്റേറ്റ്, സംടൈംസ് ഇറ്റ് ഈസ് ലെസ് എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ പറയാൻ കാരണം, ലെസ് ദാൻ വാട്ട് ഇറ്റ് ഇമിറ്റേറ്റ്സ് എന്നും കൂടെ പറയാനുള്ള കാരണം, അത് ചില സമയത്ത് എല്ലാം ഇമിറ്റേറ്റ് ചെയ്തോളണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇയാളുടെ മൈൻഡിൽ നടക്കുന്ന ഒരു സംഭവത്തേക്ക് ഒരു നമ്മുടെ ഒരു എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ പോയിട്ട് ഇൻസ്പിറേഷൻ കൊണ്ട് കവിത എഴുതുന്നു.
അപ്പോൾ അതിനകത്ത് അയാളുടെ ചിന്തകൾ കൂടെ അതിനകത്തേക്ക് അയാൾ പറയുന്ന പോലെ അയാളുടെ ഇമാജിനേഷൻ കൂടെ അതിനകത്തേക്ക് ഇൻഫ്യൂസ് ചെയ്തിട്ടാണ് കവിത ആയി മാറുന്നത്. അങ്ങനെ വരുമ്പോൾ അത് മോർ ദാൻ ആണ്. അത് എന്താണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു സാധനം കൂടി അതിനകത്തേക്ക് വന്നു. സംടൈംസ് ഇറ്റ് ഈസ് ലെസ് ദാൻ വാട്ട് ഇറ്റ് ഇമിറ്റേറ്റ്സ് കൂടെ വരുന്നതിൻ്റെ കാരണം അദ്ദേഹം പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ നേച്ചറിൽ നിന്ന് മോട്ടിവേഷൻ എടുക്കുന്നതിലുള്ള എല്ലാം അദ്ദേഹം പറഞ്ഞു കൊള്ളണമെന്നില്ല. ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനകത്ത് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഉൾപ്പെടുത്തിക്കൊള്ളണമെന്നില്ല. അദ്ദേഹം ചില സംഗതികൾ സെലക്ട് ചെയ്തിട്ട് മാത്രമാണ് സെലക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും അദ്ദേഹം സംസാരിക്കുക അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ. മുഴുവൻ പറഞ്ഞു കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സെലക്ഷൻ അദ്ദേഹത്തിൻ്റെ മൈൻഡിനകത്ത് നടക്കുന്നുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ സോളിന് വേണ്ട എന്ന് തോന്നുന്നത് അതാണ് ഇവിടെ ഏലിയൻ ടു ദ സോൾ. സോളിന് അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം സോള് അല്ലെങ്കിൽ ചിന്തിക്കുന്ന സമയത്ത് അതിന് വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇതിനകത്ത് ഒഴിവാക്കും. അതുകൊണ്ടാണ് സംടൈംസ് ഇറ്റ് ഈസ് ലെസ് ദാൻ വാട്ട് ഇറ്റ് ഇമിറ്റേറ്റ്സ് എന്ന് പറയുന്നത്. So again, imitation not a mere copy of the original, but makes the familiar strange and the strange familiar. നമ്മുടെ ഫോർമലിസ്റ്റുകളൊക്കെ പറയുന്ന പോലെ ആ ഒരു ഡീഫെമിലിയറൈസേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, നമ്മളൊരു ഫെമിലിയർ ആയിട്ടുള്ള കാര്യത്തെ കവിതയിലൂടെ പറയുമ്പോൾ കുറച്ച് ഡീഫെമിലിയറൈസ് ചെയ്യുന്നുണ്ട്. കാര്യത്തെ അതേപോലെ പറയാതെ കുറച്ച് വ്യത്യസ്തമാക്കിയിട്ടാണ് പറയുക എന്നുള്ളതാണ് ആ പോയിന്റ്. ആൻഡ് ദെൻ ദ ആർട്ട് ഈസ് ബാലൻസ് ഓർ reconciliation of the opposite or discordant qualities such as sameness with difference, general with the concrete. So ഈ ആർട്ടിനകത്തുള്ള ആർട്ട് ഒരു കൈൻഡ് ഓഫ് ബാലൻസിങ് ആണ്. രണ്ട് പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ ഒരു വളരെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു പെർട്ടിക്കുലർ പ്രപ്പോർഷനിൽ അവതരിപ്പിക്കുകയാണ് കവിതയിലൂടെ ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ വ്യക്തമായ പ്രപ്പോർഷനിൽ ആവശ്യമായ പ്രപ്പോർഷനിൽ കവിതയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, സെയിംനെസ് ആൻഡ് ഡിഫറൻസ്, പരിചയമുള്ളതും ഉണ്ടാകും പരിചയമില്ലാത്തതും ഉണ്ടാകും. അത് ഒരേ അളവിലാണ് ഉണ്ടാവുക. ജനറൽ ആയിട്ടുള്ള കാര്യം ഉണ്ടാകും, കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും, അതും ഒരേ അളവിൽ. അതിൻ്റെ ഒരു ബാലൻസാണ് ശരിക്കും ഈ ഒരു ആർട്ട് കവിത എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ. സോ ഫോർ ഇൻസ്റ്റൻസ്, ഇൻ ദ കേസ് ഓഫ് സെയിംനെസ് ആൻഡ് ഡിഫറൻസ്, കോളറിഡ്ജ് ആർഗ്യൂഡ് ദാറ്റ് art should strike a balance between portraying things as they are and portraying them in a new or different way. So ഇതിന് ഒരു ബാലൻസ് പോയിട്ട് കീപ്പ് ചെയ്യണം. കാര്യങ്ങളെ തിങ്സ് ആസ് ദേ ആർ ആയിട്ടും അദ്ദേഹം അവതരിപ്പിക്കേണ്ടതുണ്ട്. ചില സമയത്ത് കാര്യങ്ങൾ അതുപോലെ അവതരിപ്പിക്കേണ്ടതുണ്ട്. അറ്റ് ദ സെയിം ടൈം അതിനെ ഒരു ന്യൂ ആൻഡ് ഡിഫറെൻറ്റ് വേയിലും അവതരിപ്പിക്കണം. അതിൻ്റെ ഒരു ബാലൻസ് അദ്ദേഹം കീപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള. മുഴുവനായിട്ടും ഡിഫറെൻ്റ് ആയിട്ട് അവതരിപ്പിക്കല്ല, അതുപോലെ തന്നെ മുഴുവനായിട്ടും ഒരു കാര്യത്തെ ഒരേ രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ പാടില്ല. അതേ രീതിയിൽ അവതരിപ്പിക്കരുത്, അതുപോലെ മുഴുവനായിട്ടും അതിനെ വ്യത്യസ്തമാക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസിങ് ഉണ്ടാകണം എന്നുള്ളത്. അതാണ് അവിടെ നമുക്ക് ഈ ഡിഫറൻസ് ആൻഡ് സെയിംനെസ് എന്നുള്ള അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ജനറൽ ആൻഡ് കോൺക്രീറ്റ് എന്നുള്ളതിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഹി ബിലീവ്ഡ് ദാറ്റ് ആർട്ട് ഷുഡ് ബി ഏബിൾ ടു കൺവേ അബ്സ്ട്രാക്ട് ഓർ ജനറൽ ഐഡിയാസ് ഇൻ എ കോൺക്രീറ്റ് ആൻഡ് ടാൻസിബിൾ വേ. അതുപോലെ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് അദ്ദേഹം കുറച്ച് കോൺക്രീറ്റ് ആയിട്ട് പറയാൻ കവിക്ക് കഴിയേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം ജനറൽ ആൻഡ് കോൺക്രീറ്റ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യവും അബ്സ്ട്രാക്റ്റ് ആയിട്ട് പറയാൻ പാടില്ല. അപ്പോൾ അതിനകത്തൊരു ബാലൻസ് കീപ്പ് ചെയ്യുന്നതിനും ചില കാര്യങ്ങൾ അബ്സ്ട്രാക്റ്റ് ആയിട്ട് പറയേണ്ടി വരും, ചില കാര്യങ്ങൾ കോൺക്രീറ്റ് അബ്സ്ട്രാക്റ്റ് ആണെങ്കിൽ പോലും കോൺക്രീറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ അതിനകത്തൊരു ബാലൻസ് കീപ്പ് ചെയ്യാം. ഓക്കെ, then according to Coleridge, artistic imitation is a mesothesis of likeness and difference. ഇങ്ങനെ ഒരു പദം അത് ഉപയോഗിക്കുന്നത് ഒരു ബാലൻസിങ് ആക്റ്റാണ് ലൈക്ക്നെസ്സിൻ്റെയും ഡിഫറൻസിൻ്റെയും എന്ന് അദ്ദേഹം പറയുന്നത്. അതാണ് ഈ ഒരു മെസോത്തിസ്, ഒരു ബാലൻസിങ് ആക്ടിനെയാണ് ഒരു മെസോത്തിസിസ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫാൻസി ആൻഡ് ഇമാജിനേഷൻ. കവിത എഴുതുമ്പോൾ രണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഒന്ന് ഇമാജിനേഷൻ നടക്കുന്നുണ്ട്, അതുപോലെ ഫാൻസി എന്ന് പറയുന്ന ഒരു സംഭവം കവിതയിൽ വരുന്നുണ്ട്. ഇമാജിനേഷനും ഫാൻസിയും വരുന്നുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പല ആളുകളും ഈ ഒരു ഫാൻസി എന്ന് പറയുന്നതിനെയും ഇമാജിനേഷൻ എന്ന് പറയുന്നതിനെ കൊണ്ട് ഒരേ രീതിയിലാണ് പല ആളുകളും ചിന്തിക്കുന്നത്. ഫാൻസി ആൻഡ് ഇമാജിനേഷൻ ബോത്ത് ആർ സെയിം എന്നായിരുന്നു പല ആളുകളും ചിന്തിച്ചിരുന്നത്. സോ അദ്ദേഹം ഇവിടെ അത് സെയിം അല്ല, രണ്ടും വ്യത്യസ്തമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു കോളറിഡ്ജ്, ഫാൻസി ആൻഡ് ഇമാജിനേഷൻ ആർ ടു ഡിസ്റ്റിങ്ക്റ്റ് ഫാക്കൽറ്റീസ്, നോട്ട് ടു നെയിംസ് ഫോർ ദ സെയിം തിങ് ഓർ ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് ദ സെയിം പവർ. അപ്പോൾ ഇത് രണ്ടും ഒന്നല്ല എന്ന് അദ്ദേഹം പറയുന്നു. ആൻഡ് ബിഫോർ വേർഡ്സ്വർത്ത്, പോയിറ്റ്സ് ഫോക്കസ്ഡ് ഓൺ വാട്ട് വാസ് കോമൺലി തോട്ട് rather than what was deeply
felt. So Wordsworth bridged the gap between thought and feeling in poetry. Wordsworth's feelings were expressed as thought and vice versa. അപ്പം ഇദ്ദേഹം പറയുന്നു ഒരു വേർഡ്സ്വർത്തിൻ്റെ ഒക്കെ വരവിൻ്റെ മുന്നേ ശരിക്കും കവിതയിൽ ഈ ഇമാജിനേഷന് എന്താണ് ഈ കൂടുതൽ ഒരു പക്ഷേ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ എന്താണ് ഒരു കവിക്ക് ഫീൽ ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഫീലിങ്സിന്. പക്ഷേ ഇൻ്റലക്റ്റിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് രണ്ടിനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്നത് വേർഡ്സ്വർത്തിൻ്റെയൊക്കെ വരവോട് കൂടിയിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ആൻഡ് ആ ഒരു ഗ്യാപ്പ് ബിറ്റ്വീൻ തോട്ട് ആൻഡ് ഫീലിംഗ് രണ്ടിനെയും ഒരേപോലെ ബാലൻസ് ചെയ്ത് ഉപയോഗിക്കുന്നത് വേർഡ്സ്വർത്തിൻ്റെയൊക്കെ വരവോട് കൂടിയിട്ടാണെന്ന് കോളറിഡ്ജ് പറയുന്നുണ്ട്. Forms, incidents and situations observed in nature or life take on the color of the poet's thoughts and feelings. Through imagination, these forms and situations acquire a new significance. They remain themselves but undergo a transformation. Imagination allows the common eye to see them in a new light. This transformative process is the work of imagination. സോ ഈ ഇപ്പോൾ ഒരു പ്രകൃതിയിൽ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഔട്ടർ വേൾഡിൽ നിന്നുള്ള പല ഇൻസിഡൻസും സിറ്റുവേഷൻസും ഒക്കെ ഒരു പോയിട്ട് ഒബ്സേർവ് ചെയ്യുന്നു. ദെൻ അദ്ദേഹത്തിൻ്റെ മൈൻഡിനകത്തൊരു പ്രത്യേക കളറിങ് അദ്ദേഹം നടത്തുന്നുണ്ട്. ഓക്കെ, പ്രത്യേക അദ്ദേഹത്തിൻ്റെ ചിന്തകളും ഫീലിങ്സ് എല്ലാം അതിനകത്തേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇതിനെയാണ് അദ്ദേഹം ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിയുടെ ചിന്തകളും ഫീലിങ്സുമാണ് ഇമാജിനേഷൻ. ഓക്കെ, ഇത് അദ്ദേഹം അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു പോയത്തിലേക്ക്. സോ ദിസ് ത്രൂ ഇമാജിനേഷൻ ദീസ് ഫോംസ് ആൻഡ് സിറ്റുവേഷൻ അക്വയർ ന്യൂ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇത് ഇപ്പം ഓൾറെഡി നമ്മൾ സാധാരണ എല്ലാ ആളുകളും കാണുന്ന കാര്യമായിരിക്കാം. പക്ഷേ കവി അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനും ഫീലിങ്സും ഒക്കെ കൊടുത്തിട്ട് അതിനൊരു പുതിയ ഒരു സിഗ്നിഫിക്കൻസ്, സോ ആ ഒരു പ്രത്യേക സംഭവത്തിനൊരു പുതിയൊരു കാഴ്ചപ്പാട് ലഭിക്കുക ചെയ്യുന്നത്. ഓക്കെ, സാധാരണ എല്ലാവരും ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ അത് ശ്രദ്ധിച്ചോളണമെന്നില്ല. പക്ഷേ ഒരു കവി പറയുമ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നു. ബിക്കോസ് ആ ഒരു കവിതയ്ക്കുള്ളിൽ ഇയാളുടെ കുറച്ച് ഇമാജിനേഷനും അല്ലെങ്കിൽ തോട്ട്സും ഫീലിങ്സും എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയ ഒരു വ്യത്യസ്തമായ രീതിയിൽ അത് പറയുന്നു എന്നുള്ളത് കൊണ്ടാണത്. അതുകൊണ്ടാണ് അതിനൊരു പുതിയ ഒരു സിഗ്നിഫിക്കൻസ് കവി പറയുമ്പം കിട്ടുന്നത്. ഓക്കെ, സോ ഓൾ ദീസ് തിങ്സ്, കവിയുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും കവിതയാകുന്ന സമയത്ത് they are undergoing a kind of transformation. ആൻഡ് ഇമാജിനേഷൻ ഉള്ളത് കൊണ്ട് ആളുകൾക്ക് കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ കാണാൻ സാധിക്കുന്നു. അതാണ് ഇമാജിനേഷൻ അലോസ് ദ കോമൺ ഐ ടു സീ ദം ഇൻ എ ന്യൂ ലൈറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് ഇമാജിനേഷൻ. ആൻഡ് സോ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, രണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇമാജിനേഷൻ, രണ്ടാമത്തെ ഫാൻസി. അപ്പം ഫാൻസി എന്താ സംഭവം? Coleridge did not consider fancy as a creative power. It only combines things into pleasing shapes instead of using them like imagination to give them a shape of their own. So, അപ്പോൾ നമ്മൾ ഇമാജിനേഷൻ കവി സ്വന്തമായിട്ട് കവിയുടെ മനസ്സിലുള്ള ചിന്തകളും ഫീലിങ്സൊക്കെ കവിതകളിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ഫാൻസി എന്താ ചെയ്യുന്നത്? ഫാൻസി നിലവിലുള്ള കാര്യങ്ങൾ, ഓക്കെ, അത് എന്താ പറയുന്നത്, അതിനെ ഒരു നല്ല രീതിയിൽ യോജിപ്പിച്ച് കമ്പൈൻ ചെയ്തിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നു. അതിനകത്ത് കവിയുടേതായിട്ടുള്ള പുതിയതായിട്ടൊന്നും കവി ചെയ്യുന്നില്ല. അതാണ് പറയുന്നത്. ഇറ്റ് ഓൺലി കമ്പൈൻസ് തിങ്സ് ഇൻ ടു പ്ലീസിങ് ഷേപ്സ് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദം ലൈക്ക് ഇമാജിനേഷൻ ടു ഗിവ് ദം ഷേപ്സ് ഓഫ് ദെയർ ഓൺ. അപ്പം ഫാൻസിയെ സെക്കൻഡറി ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ പൊതുവേ പറയാറില്ല, ഇപ്പോൾ എന്തെങ്കിലും ഒരു ആഭരണമൊക്കെ ധരിക്കുന്ന സമയത്ത് അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അത് ഫാൻസി എന്നാണ് നമ്മൾ പറയാം അല്ലേ. ഫാൻസി എന്ന് പറയുമ്പോൾ തന്നെ അതിന് ക്വാളിറ്റി കുറഞ്ഞു, കാണാൻ ഭയങ്കര ഭംഗിയുണ്ടാവും, ബ്യൂട്ടിഫുൾ ആയിരിക്കാം, അതിന് ഒറിജിനാലിറ്റി ഇല്ല. അത് തന്നെയാണ് ഈ കവിതയിലുള്ള ഫാൻസിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. ബ്യൂട്ടിഫുൾ ആയിരിക്കും, ഫാൻസി ആയിട്ടുള്ള കുറേ വേർഡ്സുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം, റൈറ്റ്. ഒരുപാട് എന്താ പറയുക, ലിറ്റററി അല്ലെങ്കിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം കവിതയെ, പക്ഷെ അതെല്ലാം ഓൾറെഡി നിലവിലുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങൾ കുറേ ഇമേജുകൾ കൊണ്ടുവരുന്നു, നിങ്ങൾ അല്ലിട്രേഷൻ ഉപയോഗിക്കുന്നു, റൈറ്റ്, സിമിലി ഉപയോഗിക്കുന്നു, മെറ്റഫർ ഉപയോഗിക്കുന്നു. ഇതൊക്കെ നിലവിലുള്ള സാധനത്തെ നിങ്ങളുടെ കവിതയിലേക്ക് കൊണ്ടുവന്നിട്ട് കവിതയെ ബ്യൂട്ടിഫുൾ ആക്കുക ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ ആവുന്നുണ്ട് കവിത,
ഇതെല്ലാം ചെയ്യും. ഇതൊക്കെ കേവലം ഫാൻസി ആയിട്ട് മാത്രമാണ് വേർഡ്സ്വർത്ത് ഇതിനെയൊക്കെ കാണുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് പുതിയത് എന്ന് പറയാനൊന്നുമില്ല. ഓക്കെ, ഉണ്ടാവാം ഫാൻസി ഇമാജിനേഷൻ രണ്ടും ഒരുപോലെ ഉണ്ടാവാം കവിതയിൽ. ചില കവിത കേവലം ഫാൻസി മാത്രമായി മാറുമ്പം അത് അതിനൊരു സെക്കൻഡറി ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വേർഡ്സ്വർത്ത് കോളറിഡ്ജ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിലവിലുള്ള കാര്യത്തെ കമ്പൈൻ ചെയ്യുക മാത്രം, ഒന്ന് കൂട്ടി യോജിപ്പിക്കുക മാത്രമാണ് നമ്മൾ ഫാൻസി കവിതയിൽ ഉപയോഗിക്കുന്നതിലൂടെ ചെയ്യുന്നതുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഫാൻസി വർക്ക്സ് ഓൺ ഒറിജിനൽ മെറ്റീരിയൽ വിച്ച് റിമെയിൻസ് ദ സെയിം വിത്ത് ഓൺലി ന്യൂ കോമ്പിനേഷൻ ബീങ് ഓഫേർഡ്. ഒറിജിനൽ മെറ്റീരിയലിനെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്താതെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓർഡറിൽ അതൊരു നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്യുക മാത്രമാണ് ഫാൻസി ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു പോയിട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് തിങ്സ് ആർ ജോയിൻ ടുഗെദർ, അതാണ് പറയുന്നത്, ടു ഫോം എ ന്യൂ തിങ് വിത്ത് നോ ചേഞ്ച് ഇൻ ദ കോമ്പണൻസ് ദംസെൽവ്സ്. സോ എൻ എക്സാമ്പിൾ ഓഫ് ഫാൻസി ഈസ് ദ കപ്ലെറ്റ് ഫ്രം ചെസ്റ്റർഫീൽഡ് സൈറ്റഡ് ബൈ വേർഡ്സ്വർത്ത്. വേർഡ്സ്വർത്ത് തന്നെ ഇതിനെ ഫാൻസിയുടെ ഒരു ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെസ്റ്റർഫീൽഡ് എന്ന് പറയുന്ന ഒരു പോയിറ്റിൻ്റെ ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ 2 വരി. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇമാജിനേഷൻ അത്ര ഇല്ല, കേവലം ഫാൻസി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത എക്സാമ്പിളാണ്. ദ ഡ്യൂസ് ഓഫ് ദി ഈവനിങ് മോസ്റ്റ് കെയർഫുള്ളി ഷൻ, ദേ ആർ ദ ടിയേഴ്സ് ഓഫ് ദി സ്കൈ ഫോർ ദ ലോസ് ഓഫ് ദ സൺ. സോ ദിസ് പോയം ഈസ് റിയലി ബ്യൂട്ടിഫുൾ ബിക്കോസ് ഫാൻസി ഉണ്ടാകുന്ന സമയത്ത് പോയിട്ട് ബ്യൂട്ടിഫുൾ ആയിരിക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ചിന്തകളും ഫീലിങ്സൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇമാജിനേഷൻ കുറവാണ്. ഇപ്പം നമുക്ക് ഒരു നല്ല മെറ്റഫറൊക്കെ ഉണ്ട്. ദേ ആർ ടിയേഴ്സ് ഓഫ് ദ സ്കൈ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് എ മെറ്റഫർ. സോ ബ്യൂട്ടിഫുള്ളാണ്, ബട്ട് അത്ര തന്നെ കൂടുതലൊന്നും നമുക്ക് ഇതിനകത്ത് ചിന്തകളും കാര്യങ്ങളും വായിച്ചെടുക്കാനും അതിൽ ഒരുപാട് വിശാലാർത്ഥത്തിലേക്ക് ചർച്ച ഡിസ്കസ് ചെയ്യാനൊന്നും ഇതിനകത്തൊരു പക്ഷേ കൂടുതലുണ്ടായിക്കൊള്ളുന്നില്ല. അത് ഇമാജിനേഷൻ ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. So fancy is just an arbitrary bringing together of things that lie remote and forming them into a unity. കുറേ റിമോട്ടായിട്ട് കിടക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കൊണ്ടുവന്ന് ഒന്ന് യൂണിഫൈ ചെയ്യുന്നു. ബ്രിങ്ങിങ് ടുഗദറാണ്. ഓക്കെ, അങ്ങനെ അതിനെ ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒരു പണിയാണ് ഫാൻസിയിലൂടെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ ഇതിനെ ഏതുപോലെ അദ്ദേഹം പറയുന്നു ഫാൻസി. സോ ഇറ്റ് ഈസ് സിമിലർ ടു ടാലൻറ്റ് വിച്ച് ഈസ് അക്വയേർഡ്. ഈ ഫാൻസി എന്ന് പറയുന്നത് ടാലൻറ്റ് പോലെയാണ്. സോ ഇത് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. ഇമാജിനേഷൻ എന്ന് പറയുന്നത് ജീനിയസ് ആണ്. ഇമാജിനേഷൻ ഈസ് സിമിലർ ടു ജീനിയസ് വിച്ച് ഈസ് ഇൻബോൺ. അതൊരു ഇൻബോൺ ആണ്, അത് നമുക്ക് ചിലപ്പോൾ അക്വയർ ചെയ്യാൻ പറ്റിക്കോളും എന്നുള്ള ഫാൻസി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും കവിയാകാൻ പറ്റില്ല എന്നുള്ള ഒരു ധ്വനി ഇതിനകത്തുണ്ട്. നല്ല കവിയാകാൻ പറ്റില്ല എന്നുള്ള. സോ ഇമാജിനേഷൻ ഈസ് എ യൂണിഫൈങ് പവർ വൈൽ ഫാൻസി ഈസ് എ കോമ്പിനേറ്ററി പവർ. ഇമാജിനേഷൻ ഒരു യൂണിഫൈങ് പവർ ആണെന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ചിന്തകളെയും ഫീലിങ്സിനെയും നേച്ചറിലുള്ള എന്തെങ്കിലും നമ്മുടെ ഇൻസ്പിറേഷൻ എന്താണ് അതുമായിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ മിക്സ് ചെയ്യുന്നു, കമ്പൈൻ അതിനെ മിക്സ് ചെയ്തിട്ട് ഒരു യൂണിഫൈ ചെയ്തിട്ട് ഒരു പുതിയൊരു സാധനമാക്കി മാറ്റുന്നു. അത് ഇമാജിനേഷനിലൂടെ ചെയ്യുന്നു. പക്ഷേ ഫാൻസീസ് എ കോമ്പിനേറ്ററി പവർ എന്ന് പറയാൻ കാരണം ഇതുവരെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരികയാണ്. ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക കോമ്പിനേഷനിൽ ചേർത്ത് അതിനെ അട്രാക്റ്റീവ് ആക്കാൻ പറ്റും. അതാണ് ഫാൻസി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, സോ ഫാൻസി ഈസ് എ കോമ്പിനേറ്ററി പവർ എന്നതാണ്, ഒരു കോമ്പിനേഷൻ കൊണ്ടുവരാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഇറ്റ്. ഇമാജിനേഷൻ എ യൂണിഫൈങ് പവർ. ഒരു പുതിയൊരു സാധനം ഉണ്ടാക്കുന്നത് ഇമാജിനേഷനിലൂടെയാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ യൂണിഫൈങ് പവർ. സോ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ പ്രൊഡക്ഷൻ ഈസ് ദ സെയിം ആസ് ബിറ്റ്വീൻ എ മിക്സ്ചർ ആൻഡ് എ കോമ്പൗണ്ട്. ഇത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സ്ചറും കോമ്പൗണ്ടും പോലെയാണ്. മിക്സ്ചർ എന്ന് പറയുന്നത് നമുക്ക് കുറേ സാധനങ്ങൾ നമുക്ക് കൂട്ടി ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു മിക്സ്ചർ ഉണ്ടാക്കാൻ പറ്റും. അതിനെ മിക്സ്ചർ ആക്കി കഴിഞ്ഞാൽ തന്നെ അതിനെ നിങ്ങൾക്ക് ഓരോന്നിനെയും വേർതിരിച്ചെടുക്കാനൊക്കെ പറ്റും. മിക്സ്ചർ നിങ്ങൾക്ക് ഇങ്ങനെ അതിന് വേർതിരിച്ചെടുക്കാം, മിക്സ്ചർ ആണെങ്കിൽ പോലും. യു അണ്ടർസ്റ്റാൻഡ്? പക്ഷെ ഒരു ഇമാജിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ 2 കാര്യത്തെ മിക്സ് ചെയ്യുന്നത് ഒരിക്കലും തിരിച്ചങ്ങോട്ട് പഴയ സ്ഥിതിയിലേക്ക് ആക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ്. മാത്രം അതിന് മിക്സ് ആയിട്ടുണ്ടാവും. അതൊരു കോമ്പൗണ്ട് പോലെയാണ്. ലൈക്ക് അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ കോമ്പൗണ്ട്, ഇപ്പോൾ വെള്ളം ഒരു കോമ്പൗണ്ടാണ്. അതിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടെന്ന് പറയാം, H2O. അപ്പോൾ അത് അത്രമാത്രം മിക്സ് ആയിട്ടുണ്ട്. അതിനാണ് ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇതാണ് ഒരു നിങ്ങളൊരു ഇമാജിനേഷൻ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ നേച്ചറും നിങ്ങളുടെ തോട്ടും നിങ്ങളുടെ ഫീലിങ്സൊക്കെ മിക്സ് ആക്കുന്നത്. ഫാൻസി വരുന്ന സമയത്ത് അതൊരു കേവലം മിക്സറാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് മറ്റേനൊക്കെ വേർതിരിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ 2 വ്യത്യസ്തമായ സാധനങ്ങൾ ഒരു പ്ലേറ്റിലിട്ടിട്ട് ഇളക്കി മിക്സാക്കി അങ്ങനെ ഉണ്ടാവും. അതുപോലെ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ഫാൻസി ഇമാജിനേഷൻ. നമ്മൾ ഫാൻസി ഒരു കേവലം മിക്സറാണ്. ഇമാജിനേഷൻ ഇസ് സിമിലർ ടു കോമ്പൗണ്ട്. ഓക്കെ,
So this imagination is the distinguishing quality of the poetry of Shakespeare and Milton. കോളറേജിൻ്റെ അഭിപ്രായത്തിൽ ഷേക്സ്പിയറും മിൽട്ടണൊക്കെ ഇമാജിനേഷൻ നന്നായിട്ട് അവരുടെ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഫാൻസി, കേവലം ഫാൻസി മാത്രമാണ് ഡണ്ണും കൗളിയൊക്കെ കൂടുതൽ ഉപയോഗിച്ചതെന്നാണ് ഇവരുടെ അഭിപ്രായം. എല്ലാവർക്കും അഭിപ്രായം ഉണ്ടായിക്കൊള്ളാം എന്ന് ഇല്ല. ദെൻ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ ഇമാജിനേഷൻ ഇതിനകത്ത് രണ്ടെണ്ണമായിട്ട് തിരിക്കുന്നുണ്ട്. പ്രൈമറി ഇമാജിനേഷൻ ആൻഡ് സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറയുന്നുണ്ട്. സോ വാട്ട് ഈസ് ദിസ് primary imagination നോക്കാം. So Coleridge studied the effect of imagination and its nature and genius. He found two forms of imagination, primary and secondary. The primary imagination perceives objects of sense and enables the mind to form clear picture of them. So primary imagination എല്ലാ ആളുകൾക്കും ഉണ്ട് കേട്ടോ. ഈ പ്രൈമറി ഇമാജിനേഷനിലാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ കുറച്ചിരിക്കുന്നത് പ്രൈമറി ഇമാജിനേഷൻ പെർസീവ്സ് ഒബ്ജക്ട്സ് ഓഫ് സെൻസസ്. ഇപ്പം നമ്മൾ ഒബ്ജക്ട്സ് ഓഫ് സെൻസസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ടച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലേ ഉണ്ട്, സ്മെല്ല്, ഇതൊക്കെ കിട്ടുന്ന ഇങ്ങനത്തെ ഈ ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യുന്നു, നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ എന്നിട്ട് നമ്മൾ മൈൻഡിൽ അതിൻ്റെ ഒരു പിക്ചർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ വലിയ സാധനമായിരിക്കും നമുക്ക് കാണുന്നത്. അപ്പോൾ അതിനകത്ത് സ്മെല്ലുണ്ടാവും, സൗണ്ട്, അതിനകത്ത് അല്ലേ സൗണ്ട് വരുന്നുണ്ടാവും, കാണാൻ പറ്റുന്ന വിഷ്വലായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ മനസ്സിലൊരു പ്രോസസ്സ് നടത്തിയിട്ട് ഒരു ഇമേജ് നമ്മൾ മൈൻഡിൽ ക്രിയേറ്റഡ് ആവുന്നുണ്ട് അതിനെക്കുറിച്ച്. ഓക്കെ. നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇമേജ് മനസ്സിൽ ക്രിയേറ്റ് ആവുന്നുണ്ട്, എല്ലാവരുടെ മനസ്സിലുണ്ടാവും. ഇപ്പം വലിയൊരു നമുക്ക് ഉള്ളൊരു സാധനമാണെങ്കിലും, ഭയങ്കര വലിപ്പമുള്ള സാധനമാണ്, നമ്മൾ മനസ്സിൽ അതിൻ്റെ ഒക്കെ ഒരു അല്ലേ ഒരു എന്താ പറയുക പെർഫെക്റ്റ് കോമ്പിനേഷനിലുള്ള അതിൻ്റെ ഒരു ചെറിയൊരു ഇമേജ് നമ്മളെ മൈൻഡിൽ ക്രിയേറ്റ് ആവുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡ്? സോ അപ്പോൾ അത് ഇതെല്ലാ ആളുകൾക്കും ഉണ്ട് ഇമാജിനേഷൻ, പ്രൈമറി ഇമാജിനേഷൻ എന്നുള്ള. സോ ഇറ്റ് ഈസ് ആൻ ഇൻവോളണ്ടറി ആക്ട് ഓഫ് ദി മൈൻഡ് ആൻഡ് റെഡ്യൂസസ് എ മിങ്കിൾഡ് മാസ് ഓഫ് മാറ്റർ ടു ഷേപ്പ് ആൻഡ് സൈസ് ആൻഡ് മേക്കിംഗ് പെർസെപ്ഷൻ പോസിബിൾ. നമ്മുടെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമ്മൾ പോസിബിൾ ആക്കുന്നത്, പെർസെപ്ഷൻ നമ്മൾ പോസിബിൾ ആക്കുന്നത് ഈ ഒരു പ്രൈമറി ഇമാജിനേഷനാണ്. ഇതൊരു ഇൻവോളണ്ടറി ആക്ട് ആണെന്ന് പറഞ്ഞാൽ അത് സ്പോണ്ടേനിയസ് ആണ്, എല്ലാവരുടെ മനസ്സിലും മൈൻഡിലും നമ്മൾ അറിയാതെ നടക്കുന്നൊരു പ്രോസസ്സാണിത്. ഓക്കെ. അപ്പം കുറേ മിങ്കിൾഡ് ആയിട്ടുള്ള പല വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഷേപ്പിലേക്കും സൈസിലേക്കും ഒക്കെ നമ്മളെ മൈൻഡിൽ നിന്ന് ആകുന്ന ഒരു പ്രോസസ്സ്, അതാണ് ഈ ഒരു പ്രൈമറി ഇമാജിനേഷനിൽ നടക്കുന്ന കാര്യം. ഓക്കെ. ആൻഡ് ദെൻ ദി സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി കോൺഷ്യസ് ആണ്. മറ്റേതൊരു അൺകോൺഷ്യസ് ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ടൊക്കെ നടക്കുന്ന സാധനം. സെക്കൻഡറി ഇമാജിനേഷൻ ഈസ് ദ കോൺഷ്യസ് യൂസ് ഓഫ് ദിസ് പവർ. ഇറ്റ്സ് എ മോർ ആക്റ്റീവ് ഏജന്റ് ദാൻ ദി പ്രൈമറി ഇമാജിനേഷൻ ആൻഡ് ഡിസോൾവ്സ്, അദ്ദേഹം തന്നെ ഉപയോഗിക്കുന്ന വേർഡാണ് ഡിസോൾവ്സ്, ഡിഫ്യൂസസ്, ഡിസിപ്പേറ്റ്സ് ഇൻ ഓർഡർ ടു റീക്രിയേറ്റ്. സോ ഇത് മറ്റേ പോലെ പ്രൈമറി ഇമാജിനേഷൻ പോലെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു സാധനമല്ല, കുറച്ച് കോൺഷ്യസ് ആയിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇത് ഒന്നുകൂടി ആക്റ്റീവ് ആയിട്ടൊരു ഏജൻ്റാന്ന് പറയാം. ഇറ്റ് ഈസ് മോർ ആക്റ്റീവ് ഏജൻറ്റ് ദാൻ ദി പ്രൈമറി ഇമാജിനേഷൻ. ആൻഡ് ഇതെന്താ ചെയ്യുന്നത്, പല കാര്യങ്ങളെയും അല്ലേ ഒന്ന് ഡിസോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ, ആൻഡ് ഡിഫ്യൂസ് ചെയ്യാം, അതുപോലെ ഡിസിപ്പേറ്റ്സ്. ആൻഡ് ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണ്, ഒരു കാര്യത്തെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് അദ്ദേഹം തന്നെ ഉപയോഗിക്കുന്ന വേർഡാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പഠിക്കാം. ഇറ്റ് ഡിസോൾവ്സ്, ഡിഫ്യൂസസ് and dissipates in order to recreate. Okay, and it reduces all to a solution suite. എന്നിട്ട് ഇത് ഒരു സംഗതിയെ ഒരു സൊല്യൂഷൻ പോലെ അതിനെ മാറ്റുക ചെയ്യുന്നത്. സ്വീറ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ, ഒരു പാനീയം പോലെ ഒരു സൊല്യൂഷൻ പോലെയൊക്കെ അതിനെ ഒരു സംഗതിയെ മാറ്റുന്നു. ഓക്കെ. ഇത് നിങ്ങൾ ഒരു 2-3 കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഒറ്റ സാധനമാക്കും. അതിൽ വരുന്ന ആ ഒരു ഔട്ട്പുട്ട് എന്തായിരിക്കും, സ്വീറ്റ് ആയിരിക്കും എന്നുള്ളത്. ഇതാണല്ലോ പോയട്രി. So it reduces all to a solution suite to generate forms of its own and is a shaping and modifying power. So this is secondary imagination. Okay. And Coleridge was interested in the theory of these concepts while Wordsworth was interested in the practice. Coleridge Wordsworth ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കോളറിഡ്ജ് ഇതിൻ്റെ തിയറിയിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. എന്നാൽ വേർഡ്സ്വർത്ത് ഇതെല്ലാം ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ലെവലിലായിരുന്നു വേർഡ്സ്വർത്ത് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നതെന്ന് ഇവർ തമ്മിലുള്ളൊരു വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ മറ്റൊരു കാര്യം, അദ്ദേഹം ജീനിയസ് ആൻഡ് ടാലൻറ്റ് എന്ന് പറയുന്ന 2 സംഗതി അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട് കോളറിഡ്ജ്. സോ കോളറിഡ്ജ് ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ ജീനിയസ് ആൻഡ് ടാലൻറ്റ്, വേർ ജീനിയസ് ഈസ് ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ ടു ഇമാജിനേഷൻ, ടാലൻറ്റ് ഈസ് ഓൾമോസ്റ്റ് ഐഡൻറ്റിക്കൽ ടു ഫാൻസി. അപ്പോൾ ജീനിയസിന് അദ്ദേഹം
ഇമാജിനേഷനായിട്ട് കമ്പയർ ചെയ്യുന്നു, ടാലൻറ്റിനെ അദ്ദേഹം ഫാൻസി ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ജീനിയസ് ആണ് നമുക്ക് ഒരാൾ ജീനിയസ് ആവുന്ന ആളായിരിക്കും ഒന്നുകൂടി നല്ല ആൾ, ഓക്കെ, ടാലൻറ്റഡ് ആയ ആളേക്കാളും. സോ ജീനിയസ് ഈസ് ഇൻബോൺ വെൽ ടാലൻറ്റ് ഈസ് അക്വയർഡ്. സോ എ ഗ്രേറ്റ് പോയറ്റ് ഓർ എ പോയറ്റ് ഈസ് എ മാൻ ഓഫ് ജീനിയസ്. സോ എ പോയറ്റ് ഈസ് ബോൺ എന്ന് പറയുന്നു, നോട്ട് മെയ്ഡ്. ഓക്കെ. പിന്നെ ഒരാൾ ജീനിയസ് ആണോ നമുക്ക് മനസ്സിലാക്കാൻ ഒരു 4 കാര്യമുണ്ട്. 4 കാര്യങ്ങൾ ഒരാളിൽ മാനിഫെസ്റ്റ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ, ഒരാളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഈ 4 കാര്യം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആൾ ജീനിയസ് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഒരു 4 കാര്യം ഇയാൾ പറയുന്നുണ്ട്, കോളറിഡ്ജ്. ഒന്ന്, സെൻസ് ഓഫ് മ്യൂസിക്കൽ ഡിലൈറ്റ്. ദ പെർഫെക്റ്റ് സ്വീറ്റ്നെസ് ഓഫ് ദി വെർസിഫിക്കേഷൻ ഈസ് ദ ഔട്ട്വാർഡ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ മ്യൂസിക് ഇൻ ദ പോയറ്റ്സ് സോൾ. സോ ഒരു മ്യൂസിക്കൽ ഡിലൈറ്റ്, സെൻസ് ഓഫ് മ്യൂസിക്കൽ ഡിലൈറ്റ് ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ജീനിയസ് ആണെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. ഓക്കെ. ഒരു എന്താ പറയുക, ഒരു പോയറ്റിക് തോട്ട് അദ്ദേഹത്തിൻ്റെ ആണ്. ഒരു മ്യൂസിക്കൽ ഡിലൈറ്റ്, ഒരു ആസ്വാദനം, ഒരു കവിതയാണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ ഒരു ആസ്വദിക്കാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടാവണം. സോ ദ പെർഫെക്റ്റ് സ്വീറ്റ്നെസ് ഓഫ് ദി വേഴ്സിഫിക്കേഷൻ ഇസ് അത് ഇങ്ങനെയുള്ളൊരു സാധനം, ഇങ്ങനെയുള്ള ഒരു ആൾക്ക് മാത്രമേ അതുപോലെയുള്ളൊരു മ്യൂസിക്കൽ ക്വാളിറ്റിയിലുള്ളൊരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ദ പെർഫെക്റ്റ് സ്വീറ്റ്നെസ് ഓഫ് ദി വേഴ്സിഫിക്കേഷൻ ഇസ് ദ ഔട്ട്വാർഡ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ മ്യൂസിക് ഇൻ ദ പോയറ്റ് സോൾ. പോയറ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മ്യൂസിക്കാലിറ്റി അദ്ദേഹം പുറത്ത് കാണിക്കും അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ. അപ്പം ഇങ്ങനെ നല്ലൊരു സെൻസ് ഓഫ് മ്യൂസിക്കൽ ഡിലൈറ്റ് ഉള്ള ആൾക്കേ ഇത് പറ്റുള്ളൂ. അപ്പോൾ ഇത് ഒരാളുടെ ജീനിയസ് ക്വാളിറ്റിയുടെ ഒന്നാമത്തെ കാര്യമാണ്. അതിൽ ഒബ്ജക്റ്റിവിറ്റി രണ്ടാമത്തെ ഒരു കാര്യം അല്ലേ. ദ ചോയ്സ് ഓഫ് ദി സബ്ജക്ട്സ് റിമോട്ട് ഫ്രം ദി റൈറ്റേഴ്സ് പ്രൈവറ്റ് ഇൻട്രസ്റ്റ് and circumstances, and the aloofness of the poet's own feelings from those he is painting and analyzing. So അദ്ദേഹത്തിൻ്റെ കവിതയിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇറ്റ് ഷുഡ് ബി റിമോട്ട് ഫ്രം ദ റൈറ്റേഴ്സ് പ്രൈവറ്റ് ഇൻട്രസ്റ്റ്. അപ്പം അങ്ങനെ ആകുമ്പോഴാണ് ഒബ്ജക്റ്റിവിറ്റി നമുക്ക് കവിതയിൽ കൊണ്ടുവരാൻ പറ്റുക. അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതലും പോയറ്റിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ കവിത എഴുതുന്ന സമയത്ത് നമ്മുടെ കുറേ കാര്യങ്ങൾ പറയുക എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നമ്മൾ കാര്യങ്ങളെ ജനറലായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക, ഒബ്ജക്റ്റീവായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും അത് ബാധകമാകുന്ന രീതിയിലായിരിക്കണം പറയേണ്ടത്, അല്ലാതെ എൻ്റെ പ്രശ്നങ്ങൾ മാത്രം പറയാം. അത് അങ്ങനെ പറയുന്നത് നല്ലൊരു കവിയുടെ ഒരു ലക്ഷണമല്ല. ഓക്കെ. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി ഉണ്ടാവുക എന്നുള്ളത് അപ്പം നമ്മുടെ പ്രൈവറ്റ് ഇൻട്രസ്റ്റ് അത് ഉണ്ടാകരുത് എന്നുള്ളതാണ്. സോ അതാണ് റിമോട്ട് ഫ്രം റൈറ്റേഴ്സ് പ്രൈവറ്റ് ഇൻട്രസ്റ്റ്. റൈറ്ററുടെ പ്രൈവറ്റ് ഇൻട്രസ്റ്റിന് ഒരുപാട് അകലെ ആയിരിക്കണം ഈ കവിത. ഓക്കെ. കവിയുടെ ഫീലിങ്സ് മാത്രം ഇങ്ങനെ പറയുന്ന ഒരു രീതി ആകരുത് ഇത്. ഓക്കെ. പോയിറ്റ്സ് ഓൺ ഫീലിങ്സ് അത് ഉണ്ടാകാൻ പാടില്ല. അതിൽ നിന്നും അലൂഫ്നെസ് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഒരു അകൽച്ച ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴാണ് ഒബ്ജക്റ്റിവിറ്റി. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി ഒരു ജീനിയസിൻ്റെ ഒരു അടയാളമാണ്. ദെൻ the shaping and modifying power of imagination. ഇമാജിനേഷൻ കൊണ്ടുവരാനുള്ള കഴിവ് അതും ജീനിയസിൻ്റെ അടയാളം. സോ എ പോയറ്റ്സ് പിക്ചർ ഓഫ് ലൈഫ് ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ കോപ്പീസ് ബട്ട് become poetic through modification by a predominant passion or associated thoughts or images. അപ്പോൾ നമ്മുടേതായിട്ടുള്ള ഇമാജിനേഷനും ഈ തോട്ട്സും ഫീലിങ്സൊക്കെ ഒരു പ്രത്യേക അളവിൽ ചേർത്തിട്ടാണല്ലോ നമ്മൾ അതിനങ്ങനെ ചേർക്കാനുള്ള കഴിവിനെയാണ് ആ ഒരു ഇമാജിനേഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ കാര്യങ്ങളേക്ക് ഷെയ്പ്പ് ചെയ്യാൻ, ഇമാജിനേഷൻ കൊടുത്തിട്ട് ഷെയ്പ്പ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ ആൾ ജീനിയസ് എന്ന് പറയാം. ദെൻ ഡെപ്ത് ആൻഡ് എനർജി ഓഫ് എ തോട്ട്. സോ ഗ്രേറ്റ് പോയട്രി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ മാൻ വിത്ത് മോർ ദാൻ യൂഷ്വൽ ഓർഗാനിക് സെൻസിബിലിറ്റി ഹു ഹാസ് ആൾസോ തോട്ട് ലോങ് ആൻഡ് ഡീപ്ലി. ഓക്കെ. അപ്പോൾ സാധാരണ ഒരു കവി എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ മനുഷ്യന്മാരെ പോലെ ആയിക്കൊള്ളുന്നില്ല. ഓക്കെ. അയാൾക്കൊരു അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു സെൻസിബിലിറ്റി ഉണ്ടാവും. ഓക്കെ. ഗ്രേറ്റ് പോയട്രി പ്രൊഡ്യൂസ്ഡ് ബൈ എ മാൻ വിത്ത് മോർ ദാൻ യൂഷ്വൽ ഓർഗാനിക് സെൻസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ നല്ല സെൻസിബിലിറ്റി ഉള്ള ആളുകളായിരിക്കും. സാധാരണക്കാളെക്കാട്ടിലും കൂടുതൽ മോർ ദാൻ യൂഷ്വൽ എന്നാണ് പറയുന്നത്. അത്തരം ഒരു സെൻസിബിലിറ്റി, കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും. ഒരു കാര്യം ഒരു സാധാ മനുഷ്യൻ നോക്കിക്കാണുന്ന പോലെ ആയിക്കൊള്ളുന്നില്ല ഒരു പോയിട്ട് നോക്കിക്കാണാം. അപ്പം അത് കാര്യങ്ങൾ കൂടുതൽ അദ്ദേഹത്തിന് ഡീപ്പായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതൊരു ഡെപ്ത് അദ്ദേഹത്തിന് ഉണ്ടാവണം. ഓക്കെ. സോ ആൻഡ് he also he should also have the ability to think. ഓക്കെ. അപ്പം തോട്ടും അതും നല്ല ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു ആളുടെ ഒരു അടയാളമാണെന്നുള്ള. ഓക്കെ. ആൻഡ് he should think long, he should think deeply. Okay.
സോ പോയട്രി ഫോർ കോളേജ് ഈസ് ദ യൂണിയൻ ഓഫ് ഡീപ്പ് ഫീലിംഗ് ആൻഡ് പ്രൊഫൗണ്ട് തോട്ട്. സോ അങ്ങനെയാണ് ഡീപ്പ് ഫീലിംഗ് ആൻഡ് പ്രൊഫൗണ്ട് തോട്ടിൻ്റെ ഒരു യൂണിയനാണ് പോയട്രി. അതിനെയാണ് നമ്മൾ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഈ ഫീലിങ്ങും തോട്ടും ഒക്കെ ഒരുമിച്ച് കവിതയിൽ മിക്സ് ചെയ്തിട്ട് വരുന്നതിനെയാണ് ഗ്രേറ്റ് പോയട്രി എന്ന് പറയുന്നത്. അതിനെയാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. സോ ഇമാജിനേഷൻ കവിതയിലുണ്ടെങ്കിൽ അത് ഒരു ഗ്രേറ്റ് പോയം ആയിരിക്കും. സോ ഇത്രയാണ് കോളേജിനെ കുറിച്ച് പറഞ്ഞത്. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് എവറിത്തിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.